അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ 2022 ജൂൺ 18 ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2ാം തവണയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് സിന്ധു, ഞാനൊരു ഹിന്ദുവാണ്. ഫസ്റ്റ് ഞാൻ ആദ്യം ഉടമ്പടി എടുത്തു. അതിൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് ആ കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എഴുതി കൊടുത്തിട്ട് പറയാതെ പോയ ഒരു സാക്ഷ്യമുണ്ട്. എനിക്ക് മെയിനായിട്ട് എനിക്ക് കിട്ടിയൊരു ദൈവാനുഭവം അച്ഛൻ്റെ ധ്യാനത്തിലൂടെ. എൻ്റെ വിരലിൽ പുള്ളി കണക്കൊരു പാടുണ്ട്, എന്തോ ഉണ്ടായിരുന്നു. 2 ആഴ്ച കൊണ്ടേ അതുണ്ടായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുള്ള ഏറെയായിരുന്നു. അപ്പോഴത് പുള്ളി കണക്കിരുന്നെങ്കിലും അത് നീഡിലുകൊണ്ട് കുത്തിയാലൊന്നും അത് പോകത്തില്ല. നമ്മൾ ഡ്രസ്സ് ചെയ്ത് വെച്ചാൽ അത് പൊള്ളിയത് ഇളകിയിരിക്കും. നമുക്ക് ആ വിരൽ പുറത്ത് ആരെയും കാണിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ വികൃതമായിട്ടിരിക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലമിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പിനകത്ത് കൈ മുക്കിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നത് അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഫാർമസിയുടെ സ്റ്റോറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലും കമ്പ്യൂട്ടറുമായിട്ട് വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഈ വലത് കൈ കെട്ടി വെച്ചിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ യാദൃശ്യാൽ ഞാൻ എൻ്റെ മകളും കൂടെ ഒരു ദിവസം ഞാനിവിടെ ഇവിടെ വന്നു. അപ്പോൾ എല്ലാ മാസവും ഞാനിവിടെ വരാറുണ്ട്. അങ്ങനെ അന്ന് അച്ഛൻ്റെ ധ്യാനമാണ്. അത് വളരെ ധ്യാനമാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോഴവിടെ വന്നിരുന്നപ്പോൾ ധ്യാനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞ് നമുക്കെന്നാൽ ഇത് കൂടിയിട്ട് പോകാം. അങ്ങനെ മോളും ഞാനും കൂടെ അവിടെ ഇരുന്ന സമയത്ത് ലാസ്റ്റ് രോഗസൗഖ്യ ശുശ്രൂഷയിൽ അച്ഛനിങ്ങനെ പറഞ്ഞു, വിരലിൽ പുള്ളിയെ കണക്കിരിക്കുന്നത് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൈ ഉയർത്തി ശക്തമായി സ്തുതിക്കാൻ അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ പല ധ്യാനങ്ങളും ഇവിടെ അതിനുശേഷം കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ശക്തമായി സ്തുതിക്കുമ്പോൾ കൈ ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അനങ്ങത്തില്ല. പക്ഷേ ഞാൻ ആ ശക്തമായി സ്തുതിക്കുന്ന സമയത്ത് എൻ്റെ ഈ വിരൽ മാത്രം ഇങ്ങനെ പടപടാൻ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഈ ശക്തമായി സ്തുതിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പിന്നീട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ വിരൽ അപ്പോഴെല്ലാം ഈ കൈ ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുന്നതല്ലാതെ അന്ന് ആ സമയത്ത് ഈ വിരലിങ്ങനെ ശക്തമായി അനങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, നിൻ്റെ കയ്യിൽ എന്താ പൊള്ളിയതാണോ? അപ്പോൾ ഞാൻ പറയും എനിക്കറിയത്തില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴും പറയും നീ നല്ലൊരു കൈ എന്ത് കാണിച്ചു വെച്ചേക്കുക എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യും എൻ്റെ അടുത്ത്. അതിനുശേഷം ഞാനിവിടുന്ന് ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ കൈ ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഈ വിരലിൽ ആ പുള്ളിയിളകിയ പാടുമില്ല, ആ ഇളകിയിരിക്കുന്ന കാര്യങ്ങളുമില്ല, ഒന്നുമില്ല. അത് എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഈശോ വഴി എനിക്ക് അച്ഛനിലൂടെ എനിക്ക് തന്ന ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് കൂടുതൽ വിശ്വാസത്തിലേക്ക് വരാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണ്. ഞാനിവിടെ വന്നപ്പോഴും ഞാൻ ഫസ്റ്റ് ഉടമ്പടി നിയോഗം വെച്ചത് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നപ്പോഴും എനിക്ക് തോന്നി എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരിക്കലും എനിക്ക് ഉടമ്പടി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെ വെച്ചു, എൻ്റെ ഇനിയുള്ള ജീവിതം അമ്മ മാതാവിൽ ഈശോയിലുള്ള വിശ്വാസത്തിലും വിശ്വസ്തതയിലും ജീവിക്കാൻ എനിക്ക് കഴിയണേന്ന് ഞാൻ വെച്ചത്.